ഇന്നെനിക്കില്ലേ നല്ല സന്തോഷമുള്ള ഡേ ആണ്. എന്തിനല്ല, എന്റെ പിരിസപ്പെട്ട ഏട്ടത്തി ദുബൈക്ക് പറക്കാണ് കേട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏട്ടത്തി പോകുമ്പോ എന്തിനാ എനിക്ക് ഇത്ര സന്തോഷമാണ്. വേറൊന്നുമല്ല, 2 മാസം എന്നെ ചൊറിയാൻ ആരുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി. ഉമ്മ ഭയങ്കര സങ്കടത്തില് കണ്ട. ഉമ്മാന്റെ പിരിസപ്പെട്ട മോള് പോകുന്നതിന്റെ സങ്കടത്തിലാന്ന് ആമിന ഉള്ളത്. എന്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും ഇവൾ അറിയായിരിക്കും. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും പ്രോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇവള് ഭയങ്കര ഹാപ്പി ആവും. ഈ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തി പറഞ്ഞിട്ട് അവളെ ഭയങ്കര ഹാപ്പി ആക്കലുണ്ട് ഞാൻ. കാരണം വേറെ ഒന്നല്ല കേട്ടാ, എനിക്ക് സ്വന്തമായിട്ട് ലൈസൻസേ ഉള്ളൂ, കാറില്ല. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താവെന്ന് അള്ളാഹ്ക്കറിയാം. സേപ്പ് പോകുന്ന സന്തോഷത്തിന് ഓള് വെള്ളം വേണമെന്ന് പറയുമ്പോൾ 100 രൂപയുടെ വെള്ളവും വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ ഞാൻ കണ്ടത് സീരിയലിൽ പോലും വെല്ലുന്ന നാടകമാണ്. കാണുമ്പോൾ കീരിമ്പാമ്പും പോലുള്ള മോളും ഉമ്മാവും കെട്ടിപ്പിടിക്കുന്നു, മുത്തുന്നു, നാത്തൂനെ കെട്ടിപ്പിടിക്കുന്നു, മുത്തുന്നു. എന്തൊക്കെയാണ് കാണുന്നത്. എല്ലാരും ഗൾഫിൽ പോകുമ്പോൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂലക്ക് പോയിട്ട് ഉമ്മ കരയുന്ന സീനാണ് ഇത്. ഉമ്മക്ക് നല്ല സങ്കടം ഉണ്ടെങ്കിലും ഇത്താത്ത ഹസ്ബൻഡിന്റെ അടുത്ത് പോകുന്ന എല്ലാ ഹാപ്പിയിലാണ് കേട്ടാ പോയത്. ഇപ്പൊ എൻട്രി കഴിഞ്ഞിട്ടും ഉമ്മാന്റെ ബേജാറ് പോകുന്നില്ല. ഉമ്മ പാപ്പ ഓള് വിളിക്കുന്നില്ലോള് പൊട്ട്. മമ്മി ഫുൾ സാഡിയാണ്, മമ്മി കരയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അങ്ക് ഓർമ്മ വരുന്നത് പണ്ട് ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ എന്നെ കൊണ്ടാക്കുമ്പോൾ ഞാൻ കരഞ്ഞതാണ്. ഞാൻ ഓള് കോമഡി പറഞ്ഞിട്ട് പോലും ഉമ്മാന്റെ മുഖം കടന്തലുത്തിയ പോലെ തന്നെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഉമ്മ ഓക്കെ ആയിക്കോളെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. വൈകുന്നേരം ആയാലും ചായ മസ്റ്റാണ്. സേപ്പ് പോയ സന്തോഷത്തിൽ ചായയും കുറച്ചധികം കടിയൊക്കെ തിന്നിട്ട് ഇന്നത്തെ ഡേ ഒന്ന് ചില്ലാക്കാന്ന് വിചാരിച്ചു. പെട്രോൾ പമ്പിൽ ഫ്രീ ആയിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കണ്ടത്. വേറെ ഒരച്ചും ഫുഡ് കഴിച്ചാൽ എനിക്ക് അപ്പം ഉറങ്ങണം. അപ്പൊ ബാക്ക് സീറ്റിൽ ഞാൻ ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.